പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം. അതുകൊണ്ട് നിൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഹല്ലേലൂയ. ഒറ്റ വാക്ക് മതി. ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്ക് ജീവിതത്തെ മാറ്റി മറിക്കുവാൻ സാധിക്കും. കർത്താവിൻ്റെ വാക്കിന് ശക്തിയുണ്ട്. കർത്താവ് വാ തുറന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ സാധിക്കും. ഇന്ന് പ്രഭാതത്തിലും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നമുക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ ഒരു വാക്ക് മതി, അത് എൻ്റെ ജീവിതത്തെ മാറ്റുവാൻ സാധിക്കും. ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ വാക്കിന് ശക്തിയുണ്ട്. അതേ വാക്യം തന്നെ ലൂക്കോസ് 4:36 നാം വായിക്കുന്നു: എല്ലാവർക്കും വിസ്മയമുണ്ടാക്കി. ഈ വചനം എന്ത്? അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ പുറപ്പെട്ടു പോകുന്നു എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. നോക്ക്, യേശു തമ്പുരാൻ്റെ വാക്കിന് ശക്തിയുണ്ട്. അവൻ്റെ ഒറ്റ വാക്കിൽ ഭൂതങ്ങൾ അനുസരിക്കും, രോഗികൾ സൗഖ്യമാകും, വിടുതൽ സംഭവിക്കും. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയവൻ്റെ വാക്കിന് അത്ര വലിയ ശക്തിയുണ്ട്. 29-ാം സങ്കീർത്തനത്തിൽ നാം അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ വാക്കിനെക്കുറിച്ച്, വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് അസാധാരണ ശക്തിയുണ്ട്. അത് പേടമാനെ പ്രസവിപ്പിക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ വചനമത്രേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിന് ചിലതിനെ ഉണ്ടാക്കാൻ സാധിക്കും, ചിലതിനെ പ്രസവിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും. ഹല്ലേലൂയ. വീണ്ടും വചനത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ വചനം വനങ്ങളുടെ തോലിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, അഗ്നിജ്വാലകളെ ചിന്നിക്കുന്ന വചനമത്രേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അഗ്നിജ്വാലകൾ മുറിക്കപ്പെടും. അഗ്നിജ്വാലകളെ കട്ട് ചെയ്യാൻ, മുറിക്കുവാൻ ഒരിക്കലും ഒരു മനുഷ്യനും പറ്റത്തില്ല. എന്നാൽ വേദപുസ്തകം പറയുന്നു, അസാധ്യമെന്ന് ലോകം പറയുന്നതിനെ സാധ്യമാക്കുവാൻ ദൈവത്തിൻ്റെ വാക്കിന് പറ്റും, ദൈവത്തിൻ്റെ വചനത്തിന് പറ്റും. ദൈവത്തിൻ്റെ വചനത്തിന് അസാധാരണ ശക്തിയുണ്ട്. ഇന്ന് രാവിലെ സമയത്തും ഈ വചനം നിങ്ങളുടെ കാതിൽ കേൾക്കുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാ, ഈ വചനത്തിന് ചില അസാധ്യതകളെ സാധ്യമാക്കി മാറ്റുവാൻ സാധിക്കും. അഗ്നിജ്വാലയെ ചിഹ്നിക്കുന്നത് പോലെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, നിൻ്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് നീ പറഞ്ഞ ചിലത്, നടക്കത്തില്ലെന്ന് ലോകം പറഞ്ഞത്, നടക്കത്തില്ലെന്ന് കൂട്ടുകാർ പറഞ്ഞത്, സാഹചര്യം പറഞ്ഞതിനെ നടത്തിത്തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ കരമുയർത്തി നന്ദി പറഞ്ഞിട്ട് പറ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ഏതാണോ അസാധ്യമെന്ന് നിങ്ങൾ കരുതുന്നത്, അതിനെ ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഒന്ന് ബ്ലസ് ചെയ്ത് ഒരു വാക്കിലൊന്ന് അനുഗ്രഹിച്ചാട്ടെ. എന്നിട്ട് പറഞ്ഞാട്ടെ, എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എൻ്റെ ദൈവത്തിൻ്റെ വായിലെ വാക്കിനാൽ സകലവും സാധ്യമത്രേ. ഇവിടെ ശതാധിപൻ യേശുവിനോട് പറഞ്ഞ ഒരു കോണ്ടസ്റ്റാ, ഒരു സാഹചര്യമാണ് നാം ചിന്തിച്ചത്. ശതാധിപൻ തൻ്റെ ബാല്യക്കാരന് രോഗം പിടിച്ച് കിടക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നു. യേശു പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിൽ വരാം, ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് സൗഖ്യമാക്കാം എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് യേശുവിനോട് പറഞ്ഞ വാക്യം നമുക്ക് സുപരിചിതമാണ്: കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, പക്ഷെ നിൻ്റെ ഒറ്റ വാക്ക് മതി. നീ ഇവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ, ഹല്ലേലൂയ, ആ വാക്ക് കേട്ടാൽ അനുസരിക്കാത്തവരാരുമില്ല, ആ വാക്കിന് കീഴ്പ്പെടാൻ കഴിയാത്തതൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. ഈ ഒരു വാക്യം നമുക്കും വിശ്വസിക്കാം. യേശു എന്ന പദം തന്നെ അത്ഭുതങ്ങളുടെ പേരാ. യേശു എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, വലിയ വിടുതലും സൗഖ്യവും ജയവും ലഭിക്കും. 107-ാം സങ്കീർത്തനം 20-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു: അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. യേശു തൻ്റെ വചനം അയച്ചാൽ, വചനം അയച്ചാൽ ആ വചനം ചെന്ന് സൗഖ്യമാക്കാൻ പറ്റും. ഇന്ന് രാവിലെ ഹല്ലേലൂയ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ വചനം പറയുമ്പോൾ ഈ വചനം കേൾക്കുന്ന ഭവനങ്ങൾക്കകത്ത്, ഹല്ലേലൂയ, ജീവിതങ്ങൾക്കകത്ത് വലിയ വ്യത്യാസം വരും, വലിയ വിടുതൽ സംഭവിക്കും, വലിയ സൗഖ്യം ലഭിക്കും. നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഒത്തിരി
അലട്ടുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ സൗഖ്യം ശരീരത്തിന്മേൽ ഈ വചനം ഔഷധമായി വെളിപ്പെടട്ടെ. സദൃശവാക്യം 4-ാമത്തെ സദൃശവാക്യം 22-ാം വാക്യം പറയുന്നു, ദൈവത്തിൻ്റെ വചനം സർവ്വദേഹത്തിനും സൗഖ്യമത്രേ. സർവ്വദേഹത്തിനുമുള്ളൊരു ഔഷധമാണ് ദൈവത്തിൻ്റെ വചനം. അങ്ങനെയെങ്കിൽ ഞാൻ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനത്തെ അയക്കുകയാണ്. സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ ശക്തി, അടിപ്പിണരിൻ്റെ ശക്തി ഈ വചനം കേൾക്കുന്ന കാതുകളിൽ മുഴങ്ങുമ്പോൾ തന്നെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ രോഗസൗഖ്യം വെളിപ്പെടട്ടെ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവം ശരീരത്തിനകത്ത് എവിടെയാണോ കുറവുള്ളത് ആ കുറവിനെ തമ്പുരാൻ മാറ്റട്ടെ. ആ രോഗത്തെ തമ്പുരാൻ എടുത്തു മാറ്റട്ടെ. യേശു കർത്താവിൻ്റെ വാക്കിന് ശക്തിയുണ്ട്. അഖിലാണ്ടത്തെ ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ വാക്കിൽ എല്ലാ പ്രപഞ്ച ശക്തികളും അനുസരിക്കും. ലോകശക്തികൾ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ആത്മമണ്ഡലം അനുസരിക്കും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങനെ സൗഖ്യം നടക്കട്ടെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിടുതൽ തരട്ടെ, സൗഖ്യം തരട്ടെ. 33-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ അരുളി ചെയ്തു, അവൻ അരുളി ചെയ്തു, അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. നോക്ക്, അവൻ അരുളി ചെയ്തു, അത് സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. അപ്പാ, ഒരു വാക്ക് ഈ വചനം കേൾക്കുന്ന ജനത്തിനു വേണ്ടി ഒരു വാക്ക്, അങ്ങയുടെ ഒറ്റ വാക്ക് മതി ചിലത് ഉണ്ടാകുവാൻ, ചിലത് സ്ഥാപിതമാക്കുവാൻ. അത് ഇടയാക്കണം. നല്ല കർത്താവ് അത് ചെയ്തിരിക്കാൻ സ്തോത്രം. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിനാൽ സ്തോത്രം. കർത്താവേ, അങ്ങ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തുമാറാക്കണം. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.